എടാ തംബ്നെയിൽ കണ്ടുവന്ന ആൾക്കാരായിരിക്കില്ല നിങ്ങൾ മിക്കവാറും. അതായത് പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങൾ മുൻകൂട്ടി നമ്മൾ പ്രവചിക്കുന്നു. അതിനെ കുറിച്ച് ഒരു കാര്യം പറയുന്നതിന് മുമ്പായിട്ട് എനിക്ക് ആദ്യം നിങ്ങളോടൊരു കാര്യം പറയണ്ടേ. 2010 ഫുട്ബോൾ വേൾഡ് കപ്പ്, ഫിഫ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് അന്നൊരു പ്രശസ്തനായ നീരാളി ഉണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് പോൾ നീരാളി എന്ന് പറയും. പോൾ ദ ഒക്ടോപ്പസ് എന്നറിയപ്പെടുന്ന ജർമ്മനിയിലുണ്ടായിരുന്ന നീരാളിയായിരുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട പണി എന്ന് പറഞ്ഞാൽ എന്തറിയോ, ഈ പറയുന്ന ഫുട്ബോൾ മത്സരത്തിൽ ആര് വിജയിക്കും എന്ന രീതിയിൽ പ്രവചനം നടത്തുക. അതെങ്ങനെ പ്രവചിക്കുക എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഭക്ഷണം നിറച്ച രണ്ട് രാജ്യങ്ങളുടെ പതാക, രണ്ട് രാജ്യങ്ങളാണല്ലോ ഉണ്ടാവുമല്ലേ ഈ പറഞ്ഞ വേൾഡ് കപ്പ് മത്സരങ്ങൾ ഓരോന്നിലും. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളുടെയും പതാകകൾ എന്ത് ചെയ്യുന്നു, ഭക്ഷണം നിറച്ച രണ്ട് പൊതികളായിട്ട് വെക്കുന്നു. അതിൽ ഏത് രാജ്യത്തിൻ്റെ പതാക വയ്ക്കുന്ന പൊതിയാണോ ഈ പറയുന്ന പോൾ നീരാളി എടുത്ത് കഴിക്കുന്നത് എങ്കിൽ ആ രാജ്യം എന്ത് ചെയ്യും, അന്ന് ഫുട്ബോൾ മത്സരത്തിൽ വിജയിക്കും എന്നായിരുന്നു പ്രവചനം. ഓക്കെ, സംഗതി നമുക്ക് ആലോചിച്ചൊക്കെ ഒരുപാട് ചിരിയല്ലേ. കാരണം ഒരു നീരാളി അതിന് ഇഷ്ടപ്പെട്ട കളർ കണ്ട് അവിടെ പോയിരുന്നു ഭക്ഷണം എടുത്ത് കഴിക്കുന്നു എന്നല്ലാതെ വേറൊരു സംഭവം അവിടെ നടക്കാൻ പോകുന്നില്ല. പക്ഷേ ഇനിയാണ് ഞാൻ പറയുന്ന കാര്യം തുടങ്ങാൻ പോകുന്നത്. വേറെ ഏതുമല്ല, പോൾ നീരാളി പ്രവചിച്ച പോലെ നടക്കോ ഇല്ല എന്നുള്ള കാര്യങ്ങളല്ല, നടക്കുമെന്ന് ഉറപ്പുള്ളൊരു കാര്യമാണ് ഞാൻ പറയാൻ വന്നില്ലേ. അതായത് നിങ്ങളുടെ +1 ഓണ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു 15 കുറച്ച് ബോണസ് ചോദ്യങ്ങൾ ചേർത്ത കുറച്ച് ചോദ്യങ്ങളാണ് ഞാനിവിടെ കൊണ്ടുവന്നില്ലേ. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, പോൾ നീരാളി തൽക്കാലം ഓർമ്മയായി. നമ്മൾ ഓർമ്മയാവാതെ എന്ത് ചെയ്യുന്നു, നമ്മൾ പരീക്ഷയ്ക്ക് ഉഷാറായിട്ട് എഴുതാൻ പോണേ. അപ്പോൾ ആദ്യ ചോദ്യം നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ചോദ്യം എന്താണ്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റ. പ്രാഥമിക ദത്തങ്ങളും അതുപോലെ ദ്വിതീയ ദത്തങ്ങളും തമ്മിലുള്ള വ്യത്യാസം എഴുതാൻ പറഞ്ഞ പരീക്ഷ ചോദിക്കും. ഒരു 2 അല്ലെങ്കിൽ 3 മാർക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇത് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ സോഴ്സ് ഓഫ് സെക്കൻഡറി ഡാറ്റ. ദ്വിതീയ ദത്തങ്ങളുടെ സോഴ്സിനെ കുറിച്ച് ചോദിച്ചിട്ടുള്ളത്. ഇതും ഒരു 2 or 3 മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദ്യമായിട്ട് വരാം. ദ്വിതീയ ദത്തങ്ങൾ നമുക്ക് എവിടെ നിന്നാണ് കിട്ടാറുള്ളത്. ഇനി മൂന്നാമത്തെ ചോദ്യം വരാൻ ചാൻസ് ഉള്ളതാണ്, ഇന്ത്യയിൽ സ്വാതന്ത്ര്യശേഷം ഇന്ത്യ സ്വീകരിച്ച ലാൻഡ് റിഫോംസ് അഥവാ ഭൂപരിഷ്കാരങ്ങൾ എന്തെല്ലാമായിരുന്നു. നമുക്കറിയുന്ന കാര്യം അല്ലേ, ഗ്രീൻ റവല്യൂഷൻ ഉണ്ട്, അതുപോലെ ലാൻഡ് സീലിംഗ് ഉണ്ട്. കൃത്യമായിട്ട് നോക്കിക്കുക, 4 or 5 മാർക്കിന് ഈ ചോദ്യം വരാവുന്നതാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഗ്രീൻ റവല്യൂഷനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞത്. അതുപോലെ അതിൻ്റെ ഇമ്പാക്ട്സിനെ കുറിച്ച് ഇവാലുവേറ്റ് ചെയ്യാനും പറയും. നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഒരു പക്ഷേ 8 മാർക്കിന് വരെ എസ്സെ വരെ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. 80 മാർക്കിൻ്റെ പരീക്ഷയാണെങ്കിൽ 8 മാർക്കിൻ്റെ ഒരു എസ്സെ ഈ ഒരു ചോദ്യമായിരിക്കും. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ട്രേഡ് പോളിസി എങ്ങനെയാണ് ഇന്ത്യയുടെ ട്രേഡ് സെക്ടറിനെ തകർത്തത്, അഥവാ ഇന്ത്യൻ വ്യാപാര മേഖലയെ ബ്രിട്ടീഷ് വ്യാപാര നയങ്ങൾ എങ്ങനെയാണ് തകർത്തത് എന്നുള്ള കാര്യമാണ് നമുക്കിവിടെ നോക്കേണ്ടി വരിക. അടുത്തൊരു ചോദ്യം എന്തെങ്കിലും നോക്കി ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ബിഹൈൻഡ് ദ സ്റ്റാഗ്നേഷൻ. ഓക്കെ, ഫാക്ടേഴ്സ് ബിഹൈൻഡ് ദ സ്റ്റാഗ്നേഷൻ. ഓക്കെ, ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യക്ക് ഒരുപാട് കാര്യങ്ങളായി മാറ്റങ്ങളുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യൻ കാർഷിക മേഖലയുടെ മെയിൻ സംഭവമായിരുന്നു സ്റ്റാഗ്നേഷൻ അഥവാ സ്തംഭനാവസ്ഥ. ഈ സ്തംഭനാവസ്ഥയുടെ കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു, ചോദ്യം ഉറപ്പായിട്ട് വരുന്നതാണ്. അടുത്തൊരു ചോദ്യം നോക്കിക്കോളൂ, പേഴ്സണൽ ഇന്റർവ്യൂ അഥവാ വ്യക്തിഗതമായിട്ടുള്ള ഇന്റർവ്യൂ ഉണ്ടല്ലേ, അതിൻ്റെ അഡ്വാൻറ്റേജസ് പ്ലസ് ഒരു കാര്യം കൂടി ചോദിക്കാറുണ്ട്, അതിൻ്റെ ഡീമെറിറ്റും ചോദിക്കാറുണ്ട്. ഓക്കെ, മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ഓഫ് പേഴ്സണൽ ഇന്റർവ്യൂ ചോദ്യം വരുന്നതാണ്. അടുത്തൊരു ചോദ്യം വരാൻ ചാൻസ് കൂടുതലുള്ളത്, ഒരു നല്ല ക്വസ്റ്റ്യനെയർ ആവാൻ വേണ്ട കുറച്ച് നല്ല ക്വാളിറ്റീസ് അല്ലേ, ഗുഡ് ക്വാളിറ്റീസ് ഓഫ് എ ക്വസ്റ്റ്യനെയർ. ഒരു നല്ല ക്വസ്റ്റ്യനെയർ ആവാൻ അഥവാ നല്ലൊരു ചോദ്യാവലിക്ക് വേണ്ട കുറച്ച് ഗുണങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. പരീക്ഷയ്ക്ക് അത് ചോദ്യം വരുന്നതാണ്. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന ബ്രിട്ടീഷ് ഭരണം എങ്ങനെയാണ് ഇന്ത്യയെ സ്വാധീനിച്ചത്, അതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും പറഞ്ഞുകൊണ്ട് 1ാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, അത് കംപ്ലീറ്റ് ഒരു എസ്സേ ആയിട്ട് ചോദ്യം വളരെയധികം ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു ചോദ്യം നോക്കിക്കോളൂ, ഇൻക്ലൂസീവ് ക്ലാസ്സിൽ നിന്നും എക്സ്ക്ലൂസീവ് ക്ലാസ്സിലേക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് എന്ന് പറയുന്ന ഭാഗത്ത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കിന് നിങ്ങൾക്ക് ചോദ്യം വരാം. അടുത്തൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത്, എന്തൊക്കെയാണ് ക്ലാസ് ലിമിറ്റ്, ക്ലാസ് ഇൻ്റർവെൽ എന്താണ്, ക്ലാസ് മാർക്ക് അഥവാ ക്ലാസിൻ്റെ മിഡ് പോയിന്റ് എന്താണ്, ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് നിന്ന് മറ്റൊരു ചോദ്യം വരാൻ ചാൻസ് ഉള്ളത് ഇതാണ്. ഇനി അടുത്തൊരു ചോദ്യം, ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ്, ക്രൊണോളജിക്കൽ, സ്പേഷ്യൽ. ഇങ്ങനെ 4 തരത്തിൽ നമ്മൾ ഡാറ്റ തിരിക്കാറുണ്ട്. ഈ 4 എന്താണ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. അടുത്തൊരു ചോദ്യം വരുന്നത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അഥവാ നമ്മൾ പറയും ചെറുകിട വ്യവസായങ്ങൾ കൊണ്ടുണ്ടായിരുന്ന നേട്ടങ്ങൾ എന്തെല്ലാമായിരുന്നു. കൃത്യമായിട്ട് പഠിച്ചേക്കുക, ഇത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ ചോദ്യം ഇനിയും വരാം. അതുപോലെ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ അല്ലെങ്കിൽ നമ്മൾ പറയും IPR 1956 അല്ലേ, 1956 IPR എന്തെല്ലാമായിരുന്നു കൃത്യമായിട്ട് പറഞ്ഞത്, അതിനെക്കുറിച്ച് പഠിച്ചേക്കുക. എത്ര ഇൻഡസ്ട്രികളായിട്ടാണ് തിരിച്ചത്, 3 എണ്ണം അല്ലേ, 1, 2, 3 ഗ്രൂപ്പായിട്ടാണ് തിരിച്ചിട്ടുണ്ടായത്. ആ 3 ഗ്രൂപ്പും കൃത്യമായിട്ട് പഠിച്ചേക്കാം. അടുത്തത് സെൻസസും സാമ്പിളിങ്ങും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ ആണല്ലോ. ഇനിയും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്തൊക്കെയാണ് ബാക്കിയുള്ള പ്രഡിക്ഷൻസ്, ബാക്കിയുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇന്ന് രാത്രി കൃത്യം 7 മണിക്ക് അഥവാ ഇന്ന് ഞായറാഴ്ച കൃത്യം രാത്രി 7 മണിക്ക് നമ്മുടെ +1 എക്സാമിൻ്റെ ലൈവായിട്ടുള്ള മാരത്തോൺ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക, ആ ചോദ്യങ്ങൾ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യുന്ന ലൈവ് ഉണ്ട്. മക്കളെല്ലാവരും വരേണ്ട ചാനൽ കൂടി ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനൽ, ഇവിടെ എജുപോർട്ടിൻ്റെ +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിലേക്ക് എല്ലാവരും വരിക. വീണ്ടും കാണുന്നവരേക്കും വണക്കം, ബൈ.